1950 ജൂലൈ 16 റിയോ ഡി ജനീറോയിലെ പുത്തനുണർവോടെ തല ഉയർത്തി നിന്ന മാരക്കാന സ്റ്റേഡിയത്തിൽ സംഭവിച്ച ആ ദുരന്തം ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ലോകകപ്പ് കിരീടത്തിനായി ആതിഥേയരായ ബ്രസീലും അയൽക്കാരായ യുറുഗ്വായും നേർക്കുനേർ വന്നപ്പോൾ ആതിഥേയർക്ക് വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്രസീലുകാർ പ്രതീക്ഷിച്ചിരുന്നില്ല. മത്സരത്തിന് മുൻപ് തന്നെ ബ്രസീലിയൻ പത്രമായ ഓ മുണ്ടോയുടെ പ്രത്യേക പതിപ്പ് രാജ്യത്തിന്റെ വിജയം ആഘോഷിച്ച് പുറത്തിറങ്ങിയിരുന്നു. ടൂർണമെന്റിൽ അജയ്യരായി മുന്നേറിയ ടീം കിരീടം നേടുമെന്ന് ബ്രസീലുകാർ അത്രയേറെ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവിശ്വസനീയമായ ഒരു വഴിത്തിരിവിലൂടെ യുറുഗ്വായ് 2-1 ബ്രസീലിനെ തോൽപ്പിച്ച് കിരീടം നേടിയപ്പോൾ 2 ലക്ഷം പേർ തിങ്ങി നിറഞ്ഞ മാരക്കാന സ്റ്റേഡിയം നിശബ്ദമായി. ചരിത്രത്തെ തന്നെ ഉലച്ചുകളഞ്ഞ ഈ തോൽവിയെ ഫുട്ബോൾ ലോകം പിന്നീട് മാരക്കാനാസോ എന്ന് വിളിച്ചു. വിജയമുറപ്പിച്ച് കാത്തുനിന്ന മാരക്കാന റിയോ ഡി ജനീറോയിൽ പുതുതായി നിർമ്മിച്ച മാരക്കാന സ്റ്റേഡിയത്തിൽ ആദ്യമായി ലോകകപ്പ് ഉയർത്തുകയെന്നത് ബ്രസീലുകാരുടെ വലിയ സ്വപ്നമായിരുന്നു. ഫൈനൽ ദിവസം രാവിലെ മുതൽ റിയോയുടെ തെരുവുകൾ ആഘോഷത്തിലായിരുന്നു. ബ്രസീലിന്റെ വിജയം അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായ അഡേമിറും മധ്യനിരയിലെ മാന്ത്രികൻ സിസിന്യോയും ചിക്കോയും കളിക്കുന്ന ഫ്ലാവിയോ ക്ലോസെ എന്ന അതീവ തന്ത്രശാലി പരിശീലിപ്പിക്കുന്ന ടീമിന്റെ തോൽവി അവരുടെ ദുസ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. റിയോ മേയറായിരുന്ന ആഞ്ചലോ മെൻഡസ് ഡി മൊറേസ് ടീമിലെ ഒരേ കളിക്കാരന്റെയും പേരിൽ സ്വർണ്ണ മെഡലുകൾ തയ്യാറാക്കിയാണ് വിജയാഘോഷത്തിന് കാത്തിരുന്നത്. ടീം കപ്പുയർത്തുന്നത് കാണാൻ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് 2 ലക്ഷം ആളുകളാണ്. ഫൈനൽ റൗണ്ടിലെ ആദ്യ 2 മത്സരങ്ങളിൽ വൻ വിജയം നേടിയ ബ്രസീലിന് കപ്പുയർത്താൻ ഒരു സമനില മാത്രം മതിയായിരുന്നു. മത്സരത്തിന്റെ 47-ാം മിനിറ്റിൽ ആൽബിനോ ഫ്രിയാഗിയുടെ ഗോളിൽ ബ്രസീൽ ലീഡെടുത്തതോടെ സ്റ്റേഡിയത്തിൽ ആഘോഷങ്ങൾ അലയടിച്ചു. ബ്രസീലിന്റെ വിജയം പൂർണ്ണമായി ഉറപ്പിച്ച നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ ഒരു ഗോൾ വഴങ്ങിയതോടെ സടകുടഞ്ഞെഴുന്നേറ്റ യുറുഗ്വായ് തളരാതെ പോരാടി. 66-ാം മിനിറ്റിൽ യുവാൻ ആൽബർട്ടോ ഷിയാഫിനോയും 79-ാം മിനിറ്റിൽ ആൽസിഡസ് ഗിഗ്ഗിയയും നേടിയ ഗോളുകളിലൂടെ യുറുഗ്വായ് അവിശ്വസനീയമായ തിരിച്ചടി നടത്തി. ഗിഗ്ഗിയയുടെ ഗോൾ ബ്രസീലിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് മുകളിൽ ഇടുത്തി പോലെ പതിച്ചു. 2 ലക്ഷം കാണികൾ തിങ്ങി നിറഞ്ഞ മാരക്കാന സ്റ്റേഡിയം നിമിഷങ്ങൾക്കകം പൂർണ്ണ നിശബ്ദതയിലേക്ക് വഴുതി വീണു. ആ നിമിഷം ബ്രസീൽ രാജ്യം ഒരു നിശ്ചല അവസ്ഥയിലായി. പന്തുകൾ ഉരുണ്ട തെരുവുകൾ വരണ്ടു കിടന്നു. തോൽവിയുടെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ മാരക്കാനാസോ ബ്രസീലിയൻ ഫുട്ബോളിന് വലിയ ആഘാതമായി. തോൽവിയുടെ ആഘാതത്തിൽ ബ്രസീൽ ടീം 2 വർഷത്തോളം കളിക്കാതിരുന്നു. പരാജയത്തിന്റെ പാപക്കറ പുരണ്ടതോടെ നീല കോളറുള്ള വെള്ള ജേഴ്സി ടീം ഉപേക്ഷിച്ചു. പിന്നീട് മഞ്ഞയും പച്ചയും ചേർന്ന ബ്രസീലിന്റെ ഐക്കോണിക് ജേഴ്സി നിലവിൽ വന്നു. ടീമിന്റെ ക്യാപ്റ്റൻ അഗസ്റ്റോ ഡാ കോസ്റ്റ, ജാവോ ബിക്കോട്ട്, ജുവനൽ അമരീനിയോ, ഫ്രാൻസിസ്കോ ചീക്കോ എന്നിവർ പിന്നീട് ഒരിക്കലും ദേശീയ ടീമിൽ കളിച്ചില്ല. 2ാം ഗോളിന്റെ പാപഭാരം പേറേണ്ടി വന്ന ഗോൾ കീപ്പർ മോവാസിർ ബാർബോസയ്ക്ക് പിന്നീട് ഒരിക്കലും മാരക്കാനയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അധികം വൈകാതെ ബാർബോസ ഫുട്ബോൾ കരിയർ ഉപേക്ഷിക്കുകയും ജീവിതകാലം മുഴുവൻ ആ തോൽവിയുടെ ഭാരം പേറി ജീവിക്കുകയും ചെയ്തു. തോൽവിയിൽ ഉലഞ്ഞെങ്കിലും ബ്രസീൽ ശക്തമായി ഉയർത്തെഴുന്നേറ്റു. 1958 സ്വീഡനിൽ വെച്ച് ആദ്യമായി ലോക ചാമ്പ്യന്മാരായ ടീം പിന്നീട് 1962, 1970, 1994, 2002 വർഷങ്ങളിൽ കിരീടം നേടുകയും ഫുട്ബോളിലെ പ്രബല ശക്തിയായി മാറുകയും ചെയ്തു. ഫുട്ബോളിൽ തന്റെ നേട്ടങ്ങൾക്കെല്ലാം കാരണം മാരക്കാനയിലെ തോൽവിയുടെ സ്വാധീനമാണെന്ന് ഇതിഹാസ താരം പെലെ പറഞ്ഞിട്ടുമുണ്ട്. ആ തോൽവി ബ്രസീലിനെ കൂടുതൽ ശക്തരാക്കാനും വിജയത്തിനായി കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും പ്രചോദിപ്പിച്ചു. മാരക്കാനാസോ ഒരു ദുരന്തമായിരുന്നെങ്കിലും അത് ബ്രസീലിയൻ ഫുട്ബോളിന്റെ പുനർജനനത്തിന് കാരണമായി എന്ന് പറയാം. ഫുട്ബോൾ ഒരു രാജ്യത്തിന്റെ വികാരമായി മാറിയതിന് ഈ സംഭവം ഒരു പ്രധാന കാരണമായി.